10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ആദ്യത്തെ 2 പാഠങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു ചാപ്റ്ററാണിത്. പാഠത്തിലേക്ക് കടക്കാം. സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അഥവാ സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു പ്രശ്നത്തെ നമ്മൾ നോക്കിക്കാണുന്ന 2 തലങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത്. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ അനു എന്ന പെൺകുട്ടി തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് നൽകിയിരിക്കുന്നത്. അനുവും കുടുംബവും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ്. അതൊന്ന് വായിച്ചു നോക്കാം. മൺസൂൺ. People hardly get any work here. I was studying in 9th standard at that time. I went to the shop with my father to buy groceries. On seeing my father, the shopkeeper reminded him that he had to pay him a significant amount for the things he had purchased earlier. My father gave him whatever money he had in his hand. On that day, he agonized over it. I realized the value of money even if it was 1 rupee. The cause of our problems was that we did not have money. I am confident that everything will soon become right. അനു എന്താണ് പറയുന്നത്? മഴക്കാലമാണ്, നാട്ടിലാർക്കും പണിയില്ല. ഞാനിന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ അച്ഛൻ്റെ കൂടെ ഞാനും കടയിൽ പോയി. അച്ഛനെ കാണേണ്ട താമസം. മുമ്പ് സാധനങ്ങൾ കടം വാങ്ങിയ വകയിൽ കുറേയേറെ പണം കൊടുക്കാനുണ്ടെന്ന് കടക്കാരൻ ഓർമ്മിപ്പിച്ചു. കയ്യിൽ കരുതിയ പണം മുഴുവനും അച്ഛൻ അദ്ദേഹത്തിന് നൽകി. അച്ഛനന്ന് കുറേ വിഷമിച്ചു. 1 രൂപയ്ക്ക് പോലും എന്ത് വിലയാണ്! പണമില്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം. എല്ലാം നേരെയാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അനു എന്ന പെൺകുട്ടി എഴുതിയ കുറിപ്പിലെ കാര്യങ്ങളാണ് വായിച്ചത്. Given here is a portion of notes prepared by Anu as per the instructions of her teacher to share her experiences about a rainy season. What are the problems mentioned here that Anu and her family face? മഴക്കാലത്തെക്കുറിച്ചുള്ള അനുഭവം പങ്കുവയ്ക്കുന്നതിനായി ടീച്ചറുടെ നിർദ്ദേശം അനുസരിച്ച് അനു തയ്യാറാക്കിയ കുറിപ്പിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അനുവും കുടുംബവും നേരിടുന്ന ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് റെയിനി സീസൺ. മഴക്കാലത്തുണ്ടാകുന്ന തൊഴിൽ ദൗർലഭ്യം, അതായത് മഴക്കാലത്ത് പണിയൊക്കെ കുറവായിരിക്കും. പിന്നെ ഏതാണ്? ദി പ്രോബ്ലം ഓഫ് നോട്ട് ഹാവിങ് മണി. പണമില്ലാത്തതിൻ്റെ പ്രശ്നം അല്ലേ? അടുത്ത എന്തായിരിക്കും? അതായത് അടുത്തതായിട്ട് പണമില്ലാത്തത് പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പണമൊക്കെ കടം വാങ്ങേണ്ടി വരും അല്ലേ? അപ്പോൾ കടം വാങ്ങുന്നതിനുള്ള ഒരു വിഷമം. ഡിഫിക്കൽട്ടി ഇൻ ബോറോയിങ്. നെക്സ്റ്റ് പേജ്. അനു കുറേയേറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. എന്താണ് അനു ചിന്തിക്കുന്നത്? ഇഫ് വി ഹാഡ് ദി മണി മൈ ഫാദർ വുഡൻറ്റ് ഹാവ് ബോറോവഡ് ഓർ ഹി വുഡ് ഹാവ് റിപ്പേയ്ഡ് ഇറ്റ് ഓൺ ടൈം. പണമുണ്ടായിരുന്നെങ്കിൽ അച്ഛന് കടം വാങ്ങാതിരിക്കാനോ കൃത്യസമയത്ത് കടം വീട്ടാനോ കഴിയുമായിരുന്നു. ഇഫ് വി ഹാഡ് ദി മണി വി വുഡൻറ്റ് ഹാവ് എനി ഓഫ് ദീസ് പ്രോബ്ലംസ്. പണമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഐ നോ മെനി പീപ്പിൾ ഹു ലീവ് വിത്തൗട്ട് പ്രോബ്ലംസ് ബിക്കോസ് ദേ ഹാവ് ഇനഫ് മണി. പണമുള്ളത് കൊണ്ട് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന ധാരാളം ആളുകളെ എനിക്കറിയാം. അനു എന്ന ആ കൊച്ചു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കുകയാണ്. അനു ഈസ് തിങ്കിങ് വാട്ട് കുഡ് ബി ദി റീസൺസ് ഫോർ ഹെർ പ്രോബ്ലംസ്. അനു കൺക്ലൂഡ്സ് ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് മണി ആസ് ദി കോസ് ഓഫ് ഹെർ ആൻഡ് ഹെർ ഫാമിലീസ് പ്രോബ്ലംസ്. അനു ബിലീവ്സ് ദി പ്രോബ്ലംസ് ഷീ ഈസ് എക്സ്പീരിയൻസിങ് ഈസ് ഡ്യൂ ടു പേഴ്സണൽ റീസൺസ്. വൈ വുഡ് അനു തിങ്ക് ലൈക്ക് ദിസ്? തൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്നാണ് അനു ചിന്തിക്കുന്നത്. പണത്തിൻ്റെ ലഭ്യതക്കുറവ് മാത്രമാണ് തൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് അനു കണ്ടെത്തുന്നത്. പണമില്ലാത്ത ഒരു കുറവാണ് അനു കണ്ടെത്തുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാണ് താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നാണ് അനു കരുതുന്നത്. എന്തുകൊണ്ടായിരിക്കാം അനു ഇത്തരത്തിൽ ചിന്തിക്കുന്നത്?
problems, many people rely on superficial reasons. Individuals also try to understand the reasons for their problems, basing it on their previous experiences. Others understand the causes for their personal problems through the information that they gather from the interaction with others and their experiences. Individual problems are generally analyzed using the knowledge and practices acquired through the process of socialization by some people. It is on the basis of such common sense knowledge that individuals often find the causes of their problems. വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ പലരും ആശ്രയിക്കുന്നത് സാധാരണയായി കാണുന്ന കാര്യങ്ങളെയാണ്. വ്യക്തികൾ തങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ ലഭ്യമാക്കുന്ന വിവരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തും. സാമൂഹിക പ്രക്രിയയിലൂടെ ലഭിച്ച അറിവുകളും ശീലങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളെ പൊതുവിൽ സമീപിക്കാറുള്ളത്. ഇത്തരം സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ അഥവാ കോമൺ സെൻസ് നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ പലപ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നത്. ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അവരെല്ലാവരും ഇതേമാതിരി എന്തെങ്കിലും ഒരു സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നു. നെക്സ്റ്റ്, കോമൺ സെൻസ് നോളജ്, സാമാന്യ ബോധജ്ഞാനം. കോമൺ സെൻസ് നോളജ് ഈസ് ദി ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഇൻഡിവിജ്വൽസ് അക്വയർ അബൌട്ട് ദി വേൾഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് കൾച്ചറൽ നോളജ്. എന്താണ് സാമാന്യ ബോധജ്ഞാനം എന്ന് പറഞ്ഞാൽ? വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം അഥവാ കോമൺ സെൻസ് നോളജ്. ദിസ് ഈസ് നോട്ട് ഫോർമൽ നോളജ്, റാദർ ദേ ആർ അസംഷൻ ഓർ ഈവൻ എവറിഡേ പ്രാക്ടിക്കൽ നോളജ്. The notion that the sun rises in the east and sets in the west is an individual's perception of a natural phenomenon. Similarly, the knowledge that fire will burn is a basis understanding of the nature of life. This knowledge is acquired through observation, experience and socialization. ഈ അറിവുകൾ എന്ന് പറയുന്നത് ഔപചാരികമായ അറിവുകളല്ല, മറിച്ച് അനുമാനങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ ആയിരിക്കും. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന ധാരണ ദൈനംദിന പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവാണ്. അതുപോലെ തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന അറിവ് തീയുടെ അപകട സാധ്യതയെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണയാണ്. ഈ അറിവുകൾ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സാമൂഹികരണത്തിലൂടെയും പഠിച്ചെടുക്കുന്നതാണ്. കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യൽ അനാലിസിസ്, സാമാന്യ ബോധജ്ഞാനവും സാമൂഹിക വിശകലനവും. We have now seen that individuals acquire common sense knowledge through their everyday perceptions, practices and the knowledge of the world around them. It is formed based on norms, practices, beliefs and personal experiences which are not often examined. Anu and her family faced the social problem of indebtedness. Will it be possible to find the actual reasons for this if this social problem is analyzed through just the lens of common sense knowledge? അതായത് വ്യക്തികൾക്ക് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് അഥവാ കോമൺ സെൻസ് നോളജ് ഉണ്ടാകുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെയും അറിവുകളിലൂടെയും ഒക്കെയാണ് അല്ലേ. അതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. നോംസ് അഥവാ കീഴ്വഴക്കങ്ങൾ, ശീലങ്ങൾ, വിശ്വാസങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപം കൊള്ളുന്നത്. പലപ്പോഴും ഇതിന് പിന്നിലെ മറ്റ് വസ്തുതകൾ പരിശോധിക്കപ്പെടാറില്ല. കടബാധ്യത എന്ന സാമൂഹിക പ്രശ്നമാണ് അനുവും കുടുംബവും നേരിടുന്നത്. ഈ സാമൂഹിക പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം വിശകലനം ചെയ്താൽ അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായി കണ്ടെത്താൻ സാധിക്കുമോ?
അതായത് ഇപ്പോൾ അനു എന്നുള്ള പെൺകുട്ടി ചിന്തിക്കുന്നത് അവളുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാം കാരണം പണമില്ലാത്തത് മാത്രമാണെന്നാണ്. ശരിക്കും അതല്ല. അതിന് പിറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് പണമില്ല, എന്തുകൊണ്ട് പണമില്ലാതായി. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നമ്മൾ പറയുകയാണ് അത് എനിക്ക് പണമില്ലാത്തത് മാത്രമാണ് എൻ്റെ പ്രശ്നമെന്ന്. Now think about the reasons why a person experiences poverty. People may also think that poverty is due to a person's laziness or disinterest in work. Many people think that personal failure is the only reason for poverty. Such perceptions are formed through common sense knowledge. ഒരു പേഴ്സൺ അഥവാ ഒരു വ്യക്തി ദാരിദ്ര്യം അനുഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാമെന്ന് ചിന്തിച്ചു നോക്കൂ. ആ വ്യക്തിയുടെ അലസതയും തൊഴിൽ ചെയ്യാനുള്ള ആഗ്രഹമില്ലായ്മയും ആയിരിക്കാം ദാരിദ്ര്യത്തിന് കാരണമെന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. വ്യക്തിപരമായ പരാജയം മാത്രമാണ് ദാരിദ്ര്യത്തിന് കാരണമെന്നാണ് പലരും കരുതുന്നത്. ഇത്തരം അറിവുകൾ രൂപീകൃതമാകുന്നത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെയാണ്, അതായത് കോമൺ സെൻസ് നോളജിലൂടെയാണ്. അതായത് നമ്മൾ ഒരാൾക്ക് ദാരിദ്ര്യമാണ്, അപ്പോൾ നമ്മൾ പറയുകയാണ് ആ വ്യക്തി പണിക്ക് പോവില്ല, ആ വ്യക്തിക്ക് മടിയാണ്, അവന് തൊഴിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹവുമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത്. വാട്ട് ആർ ദി വേസ് ഇൻ വിച്ച് കോമൺ സെൻസ് നോളജ് ഡെവലപ്പ്? സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാവാം? ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ്, അതായത് വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, അതായത് നമ്മുടെ സ്വന്തം അനുഭവങ്ങളിലൂടെ, ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ പറയുകയാണ് ഇതുകൊണ്ടാണ് എന്ന് നമ്മൾ പറയുകയാണ്. പിന്നെയോ ത്രൂ ജനറൽ ഒബ്സർവേഷൻസ്, അതായത് പൊതുവായ ഒരു നിരീക്ഷണങ്ങളിലൂടെ. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നിരീക്ഷിച്ച് നമ്മൾ പറയുകയാണ് ആ വ്യക്തിക്ക് ഇന്നതുകൊണ്ടാണ്, ആ വ്യക്തിക്ക് ദാരിദ്ര്യം, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ആ വ്യക്തിക്ക് അസുഖം. അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് പറയുകയാണ്. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? എങ്ങനെയൊക്കെയാണ് ഈ സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത്? നമ്മൾ ബൈ റീഡിങ്, വായനയിലൂടെ ഉണ്ടാകും അല്ലേ? അതായത് എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, എന്തെങ്കിലും വായിക്കുമ്പോഴല്ല, നമ്മൾ വായനയിലൂടെ പറയുകയാണ് ഇന്ന കാരണം കൊണ്ടാണ് ഇന്നത് സംഭവിക്കുന്നത്. പിന്നെയോ ഒബ്സർവിങ് അതേഴ്സ്, മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നതിലൂടെയും നമുക്ക് അങ്ങനെ ഒരു കോമൺ സെൻസ് നോളജ് ഉണ്ടാവുകയാണ്. Can we always rely on common sense knowledge for solving our problems? Give reason. അതായത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കായിട്ട് എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട്? ഒരിക്കലും കഴിയില്ല അല്ലേ? നമ്മൾ സാധാരണയായിട്ട് ഒരു വ്യക്തി ജോലിക്ക് പോകുന്നില്ലെങ്കിൽ പറയുന്നത് എന്താ? മടിയാണ്, പണിയെടുക്കാൻ ആഗ്രഹമില്ല എന്നൊക്കെ. അതിൻ്റെ പുറകിൽ വേറെ ഒരുപാട് കാരണങ്ങളുണ്ടാകും. നമ്മളതേക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് പോലെ പറയുകയാണ് അവന് മടിയാണ്, പണിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമുക്കൊരു സാമാന്യ ബോധജ്ഞാനത്തിലൂടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. എന്തൊക്കെ കാരണങ്ങളാണ് അതിൻ്റെ പുറകിലെന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് പേജ്. Given below are some of the statements based on common sense knowledge that exist at least in some part of the society. സമൂഹത്തിൽ ചിലയിടങ്ങളിലൊക്കെ നിലനിൽക്കുന്ന സാമാന്യ ബോധജ്ഞാനത്തിലൂന്നിയ ചില പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സമൂഹത്തിലെ മിക്ക ആളുകളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ. അത് കേട്ട് മറ്റുള്ളവരും പറയുകയാണ് അതങ്ങനെ ചെയ്താലാണ് ശരിയാവുകയുള്ളൂ, ഇത് ഇങ്ങനെ ചെയ്താലാണ് ശരിയാവുകയുള്ളൂ, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നാച്ചുറൽ, ഹ്യൂമൻ ആക്ഷൻസ് ഹാവ് നോ റോൾ ഇൻ ഇറ്റ്. കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്, മനുഷ്യരുടെ പ്രവർത്തികൾക്കൊന്നും ഇതിൽ പങ്കില്ല. എ ഹൈ സ്കോർ ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ഇഫ് യു സ്റ്റഡി ഫോർ ലോങ്ങർ അവേഴ്സ്. അതായത് ഒത്തിരി നേരം പഠിച്ചാൽ മാത്രമേ ഉയർന്ന മാർക്ക് നേടാൻ പറ്റുകയുള്ളൂ. ടീനേജേഴ്സ് ആർ ഓൾവേസ് റെബല്ലിയസ് ആൻഡ് ഇറസ്പോൺസിബിൾ. ടീനേജേഴ്സ് അഥവാ കൗമാരക്കാർക്ക് എപ്പോഴും അവർക്കൊരു നിരുത്തരവാദിത്തമായ സ്വഭാവമുള്ളവരാണ്. അവർ വിമതരാണ്, അവർക്കൊരു ഉത്തരവാദിത്വവുമില്ല. അടുത്തെന്താണ്? ഈറ്റിംഗ് ടിൽ യു ആർ ഫുൾ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. വയറ് നിറച്ച് ആഹാരം കഴിച്ചാലാണ് ആരോഗ്യത്തിന് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രൊവൈഡിങ് ടെമ്പററി ഷെൽട്ടേഴ്സ് ക്യാൻ സോൾവ് ഹൗസിംഗ് പ്രോബ്ലംസ്. താൽക്കാലികമായിട്ട് വീടൊക്കെ നൽകിക്കഴിഞ്ഞാൽ വീട് ഇല്ലാത്തൊരവസ്ഥ പരിഹരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. Let us analyze and see if these statements are completely true.
ഈ പ്രസ്താവനകൾ പൂർണ്ണമായി ശരിയാണോ എന്ന് നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. നോട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹ്യൂമൻസ് ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ആർ ദി പ്രോബ്ലംസ് കോസ്ഡ് ഓൺ എർത്ത് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥ മാറ്റം സംഭവിക്കുന്നതിൽ മനുഷ്യർക്ക് പങ്കില്ലെന്ന പ്രസ്താവന ശ്രദ്ധിക്കൂ. കാലാവസ്ഥ വ്യതിയാനം മൂലം ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്? എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ഗ്ലോബൽ വാർമിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ആഗോളതാപനമുണ്ട്. പിന്നെ എന്താണ്? പിന്നെ നമുക്ക് എന്ത് പറയാം? ഡിസ്ട്രക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ്, അഥവാ ഈ വിളകളൊക്കെ നശിച്ചു പോകുന്നുണ്ട് അല്ലേ, കാലാവസ്ഥ മാറ്റം കാരണം നമ്മുടെ വിളകളൊക്കെ ഒരുപാട് നശിച്ചു പോകുന്നുണ്ട്. പിന്നെയോ റൈസിങ് സീ ലെവൽ അല്ലേ, അതായത് സമുദ്രനിരപ്പ് ഉയരുന്നുണ്ട്. പിന്നെ എന്താണ്? ഇൻക്രീസ് ഇൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വർദ്ധിച്ച് വരുന്നുണ്ട്. ലിസ്റ്റ് ഹ്യൂമൻ ആക്ഷൻസ് ദാറ്റ് കോസ് ഗ്ലോബൽ വാർമിംഗ്. മനുഷ്യരുടെ എന്തെല്ലാം പ്രവൃത്തികളാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? അതായത് ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്, അതായത് ഈ ചൂടൊക്കെ വർദ്ധിച്ച് വരാനൊക്കെയുള്ള കാരണങ്ങളാണ് പറയുന്നത്. ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ ആഗോളതാപനം ഉണ്ടാകുന്നുണ്ട് അല്ലേ. പിന്നെയോ ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, അതായത് ഈ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കത്തിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നുണ്ട്. പിന്നെയോ ഡീഫോറസ്റ്റേഷൻ അഥവാ വനനശീകരണം, വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിലൂടെയും ആഗോളതാപനം ഉണ്ടാകുന്നുണ്ട്. പിന്നെയോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, അതായത് ഈ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, അതായത് വ്യാവസായിക ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലൂടെ ഒരുപാട് ആഗോളതാപനം സംഭവിക്കുന്നുണ്ട്. While observing these things, it can be seen that human actions are also responsible for climate change and global warming. It can thus be seen that this is a statement based on common sense knowledge. Such common sense knowledge is often partial. ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോളതാപനത്തിനും എല്ലാം പിന്നിൽ മനുഷ്യരുടെ പ്രവൃത്തികൾക്കും പങ്കുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മുകളിൽ വായിച്ചത് അത് സാമാന്യ ബോധജ്ഞാനം അടിസ്ഥാനമാക്കിയുള്ളതാണ് അല്ലേ. അത് വെറുതെ പറയുകയാണ്, മനുഷ്യരുടെ പ്രവൃത്തി കാരണമല്ല, അതൊക്കെ എങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അല്ലേ. കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിലെല്ലാം ഈ കാലാവസ്ഥാ മാറ്റത്തിന് പിന്നിൽ പങ്കുണ്ടെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ അതായത് ഇങ്ങനെയുള്ള സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഭാഗികമാണ്, അതായത് അത് പൂർണ്ണമല്ല. ഒരാൾ പറഞ്ഞ് കേട്ട് നമ്മൾ പറയുകയാണ് അതങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മളും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതിൻ്റെ പുറകിലെ വസ്തുതകൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് കേട്ട് വിശ്വസിച്ചിട്ട് നമ്മൾ പറയുകയാണ് ശരിയാണ്. നെക്സ്റ്റ് പേജ്. നോട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എ ഹൈ സ്കോർ ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ബൈ സ്റ്റഡിങ് ഫോർ എ ലോങ്ങർ ടൈം. ഇറ്റ് ഈസ് ദി സെയിം ഫോർ എവറി വൺ. Do individual learning methods and styles affect learning? Spending more time in learning alone does not make it effective. What can be done along with this to achieve academic excellence? രണ്ടാമത് നമ്മൾ പറഞ്ഞു അല്ലേ. രണ്ടാമത് എന്തായിരുന്നു പറഞ്ഞാൽ ഒരുപാട് നേരം പഠിച്ചാൽ ഒരുപാട് മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അധിക സമയം പഠിച്ചാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പ്രസ്താവന നമ്മൾ വായിച്ചതാണ്. ഇതെല്ലാവർക്കും ഒരുപോലെയാണോ? വ്യക്തിഗത പഠന രീതികളും പഠനശൈലികളും പഠനത്തെ സ്വാധീനിക്കാറുണ്ട് അല്ലേ. പഠനത്തിന് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് മാത്രം അത് അങ്ങനെ മാർക്ക് കിട്ടണമെന്നില്ല. പഠന മികവ് നേടാൻ ഇതിനോടൊപ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. നോക്കാം. ഗ്രൂപ്പ് ലേണിംഗ്, സംഘം ചേർന്ന് പഠിക്കാം. ടേക്കിംഗ് റെഗുലർ ഇൻ്റർവൽസ് ആൻഡ് പ്രോപ്പർ റെസ്റ്റ് വൈൽ സ്റ്റഡി, കൃത്യമായ ഇടവേളകളും വിശ്രമവും എടുത്തുകൊണ്ട് പഠിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ് വേണം അല്ലേ. കാര്യക്ഷമമായ ഒരു സമയം വേണം പഠിക്കുവാനായിട്ട്. പിന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. അപ്പോൾ സെറ്റ് ക്ലിയർ ഗോൾസ് ആൻഡ് യൂസ് ടൈം എഫക്റ്റീവ്ലി. Therefore, the statement that a high score can only be achieved by studying for a long time is merely common sense knowledge derived from speculations or practices. Common sense knowledge thus relies on speculations and practices. അതുകൊണ്ട് അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവന കേവലം ഊഹാപോഹങ്ങളിൽ നിന്നോ ശീലങ്ങളിൽ നിന്നോ ഉരുത്തിരിയുന്ന ഒരു സാമാന്യ ബോധജ്ഞാനമാണ്.
അതായത് ഒരുപാട് നേരം പഠിച്ചാലാണ് ഒരുപാട് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളത് ഒരു ഊഹിച്ചങ്ങോട്ട് പറയുകയാണ്. ആരെങ്കിലും പറയും, നമ്മളത് കേട്ട് വിശ്വസിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സാമാന്യ ബോധജ്ഞാനം അഥവാ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഊഹാപോഹങ്ങളെയും ശീലങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്നു. ഇറ്റ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ടു മേക്ക് ദാറ്റ് teenagers are always rebellious and irresponsible. Such general statements, beliefs or ideas are referred to stereotype. When observed in this way, it can be seen that the statement about teenagers is a stereotype. Such stereotype creates misconception about teenagers. Teenagers are indeed a heterogeneous group, usually showing responsibility and mutual respect. But such stereotypical statements lead to a lack of trust in teenagers. Moreover, it results in misplaced assumptions about their behavior. Now you can see how common sense knowledge is often based upon stereotypes. കൗമാരക്കാർ അഥവാ ടീനേജേഴ്സ് എന്ന് പറയുന്നവർ എപ്പോഴും വിമതരാണ്, നിരുത്തരവാദ സ്വഭാവമുള്ളവരാണ് എന്നൊരു സാമാന്യവൽക്കരിച്ചൊരു വിശ്വാസമാണ്. ഇത്തരം സാമാന്യവൽക്കരിച്ച വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ ആണ് സ്റ്റീരിയോടൈപ്പ് അഥവാ വാർപ്പ് മാതൃക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഈ സ്റ്റീരിയോടൈപ്പ് എന്നുള്ള പ്രസ്താവനയാണ് ഇതിന് കാരണമെന്ന് കാണാം. ഈ സ്റ്റീരിയോടൈപ്പ് അഥവാ വാർപ്പ് മാതൃക എല്ലാ കൗമാരക്കാരും നിയമങ്ങൾ അവഗണിക്കുന്നവരാണെന്നും ഉത്തരവാദിത്തം പ്രകടിപ്പിക്കാത്തവരുമാണെന്നും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ കൗമാരക്കാരെ വൈവിധ്യമാർന്ന ഒരു കൂട്ടമാണ്. പലരും ഉത്തരവാദിത്വ ബോധവും പരസ്പര ബഹുമാനവും പുലർത്തുന്നവരാണെന്ന് കാണാം. എന്നാൽ ഇത്തരം സ്റ്റീരിയോടൈപ്പ് അങ്ങനെ ഊന്നിയ പ്രസ്താവനകളെല്ലാം കൗമാരക്കാരോടുള്ള വിശ്വാസക്കുറവിലേക്ക് നയിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള തെറ്റായ അനുമാനങ്ങൾക്കും ഇത് ഇടയാക്കുന്നു. ഇത്തരത്തിൽ കോമൺ സെൻസ് നോളജ് അഥവാ സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും സ്റ്റീരിയോടൈപ്പുകളെ അടിസ്ഥാനമാക്കുന്നു. അഥവാ സ്റ്റീരിയോടൈപ്പ് അഥവാ വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ടീനേജേഴ്സ് അഥവാ കൗമാരക്കാർ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണെന്ന് മുതിർന്ന ആളുകളും സാമാന്യം എല്ലാവരും ഇങ്ങനെ പൊതുവെ ഇങ്ങനെ പറയും. പക്ഷേ നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും, ടീനേജേഴ്സ് തന്നെ എത്രയോ നല്ല കുട്ടികളുണ്ട്. അവർ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ മറ്റൊന്നും ചെയ്യുന്നില്ല, സമൂഹത്തിന് പ്രയോജനപ്രദമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരുപാട് പേര്, ഭൂരിപക്ഷം കുട്ടികളും അവർ പരസ്പരം ബഹുമാനം കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു സ്റ്റീരിയോടൈപ്പ് അഥവാ ഒരു വാർപ്പ് മാത്രം എന്നും പറഞ്ഞ് നമ്മൾ അവരെ അങ്ങ് തള്ളിക്കളയുകയാണ്. This statement that eating till you are full is good for health is a part of common sense knowledge. Such statements are based only on day-to-day observations without a detailed understanding of nutrition and health. Common sense knowledge usually provides only partial understanding of such a concept. Common sense knowledge is often not based on scientific observation or studies. വയറു നിറച്ച് ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നൊരു പ്രസ്താവന സാധാരണയായിട്ട് പറയുന്നതാണ് അല്ലേ. അതൊരു സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ ഒരു ഭാഗമാണ്. പോഷകാഹാരങ്ങളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാതെ ദൈനംദിന നിരീക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു ആശയത്തെക്കുറിച്ചുള്ള ഭാഗികമായ ധാരണകൾ മാത്രമേ സാമാന്യ ബോധജ്ഞാനം സാധാരണയായിട്ട് നൽകുന്നുള്ളൂ. സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല രൂപീകൃതമാകുന്നത്. അതായത് വയറു നിറച്ച് ആഹാരം കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ പറയുന്നു. അങ്ങനെയല്ല ശരിക്കും നമ്മൾ പോഷകാഹാരങ്ങൾ അതിൻ്റേതായ രീതിയിൽ മിതമായ അളവിലാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് സമൂഹത്തിൽ. നെക്സ്റ്റ് പേജ്. Now approach the problem of housing through common sense knowledge. Some may think that it is just a personal choice or a problem of not trying to secure permanent housing. Those who think so may imagine that temporary safety and housing or vocational training can solve the problem permanently. But are there other reasons behind housing problems? What are they? വീടില്ലാത്ത അവസ്ഥ അഥവാ പാർപ്പിടമില്ലായ്മ എന്നൊരു പ്രശ്നം സാമാന്യ ബോധജ്ഞാനത്തിലൂടെ സമീപിച്ച് നോക്കിയ അതൊരു വ്യക്തിഗത തിരഞ്ഞെടുപ്പ്, പേഴ്സണൽ ചോയ്സ് മാത്രമായിട്ടോ
സ്ഥിരമായ പാർപ്പിടം ഉറപ്പാക്കാൻ ശ്രമിക്കാത്തത് മൂലമുള്ള പ്രശ്നമായോ ചിലർ ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്നവർ താൽക്കാലികമായ സുരക്ഷയോ പാർപ്പിടങ്ങളോ തൊഴിൽ പരിശീലനമോ നൽകി ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാമെന്ന് വിചാരിച്ചേക്കാം. എന്നാൽ പാർപ്പിടമില്ലായ്മ എന്ന പ്രശ്നത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങളില്ലേ? അവ എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റേബിലിറ്റി, അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു അസ്ഥിരത. പിന്നെയോ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. പിന്നെ എന്താണ്? സാമ്പത്തിക അസ്ഥിരത മൂലം വീട് വയ്ക്കാൻ സാധിക്കില്ല. പിന്നെ ജോലി ഇല്ലാത്തത് കൊണ്ട്, തൊഴിലില്ലായ്മ കാരണം തൊഴിലുണ്ടെങ്കിലല്ലേ നമുക്ക് പൈസയൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീട് വയ്ക്കാൻ സാധിക്കില്ല. പിന്നെ എന്തൊക്കെ കാരണം പറയാം? ഭൂമിയുടെ ദൗർലഭ്യം അല്ലേ? ഈ പൈസ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭൂമി കിട്ടണമല്ലോ, വീട് വെക്കാനായിട്ട് സ്ഥലം വേണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലാൻഡ് സ്കേഴ്സിറ്റി പറയാം. പിന്നെ നമുക്ക് ഡിസാസ്റ്റേഴ്സ് ആൻഡ് കോൺഫ്ലിക്റ്റ്, അതായത് ഈ പ്രകൃതി ദുരന്തങ്ങളും സംഘർഷങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് ഉള്ള വീട് വരെ നശിച്ചു പോയെന്ന് വരാം. Common sense knowledge often fails to discover the real cause behind the problems. It can be seen that all the topics covered in the above mentioned 5 statements are related to complex social problems. Individual problems or complex social problems cannot be understood properly using common sense knowledge. ഈ കോമൺ സെൻസ് നോളജ് അഥവാ സാമാന്യ ബോധജ്ഞാനം പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായും കണ്ടെത്തുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. മുകളിൽ സൂചിപ്പിച്ച 5 പ്രസ്താവനകളിലും പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാം. സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച്, അതായത് ഈ കോമൺ സെൻസ് നോളജ് ഉപയോഗിച്ചിട്ട് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെയോ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്, സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികളാണ്. എന്തൊക്കെ പരിമിതികളാണ് കൊടുത്തിരിക്കുന്നത്? റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു. ബേസസ് ഇറ്റ് സെൽഫ് ഓൺ സ്റ്റീരിയോടൈപ്സ് അഥവാ വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. നോട്ട് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഒബ്സർവേഷൻസ് ഓർ സ്റ്റഡീസ്, ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനം ഇല്ല. പിന്നെ എന്താണ്? പ്രൊവൈഡ്സ് ഓൺലി പാർഷ്യൽ നോളജ്, ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്, സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. Find more examples of common sense knowledge and make notes discussing the limitations of the knowledge gained through it. സാമാന്യബോധജ്ഞാനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അതിലൂടെ നേടുന്ന അറിവുകളുടെ പരിമിതികളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. Approaching personal and social problems only through common sense knowledge will not provide enough knowledge for proper solutions. It can be seen that Anu thought about the cause of her problems only based on common sense knowledge. വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം കണ്ടു കഴിഞ്ഞാൽ അവയുടെ ശരിയായ പരിഹാരങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടൊരു അറിവ് ലഭിക്കില്ല. അനു തൻ്റെ അനുഭവക്കുറിപ്പിൽ പ്രശ്നങ്ങളുടെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചത് സാമാന്യ ബോധജ്ഞാനത്തിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ്. അതായത് കോമൺ സെൻസ് നോളജിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ് അവൾ തൻ്റെ പ്രശ്നത്തിന് കാരണം പണമാണെന്ന് ചിന്തിച്ചത്, അല്ലേ? പണം മാത്രമാണ് തൻ്റെ പ്രശ്നത്തിന് കാരണമെന്നാണ് അനു ചിന്തിച്ചത്. അതങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എൻ്റെ പ്രശ്നത്തിനെല്ലാം കാരണം പണമാണ്, പണമുണ്ടെങ്കിൽ എല്ലാം ആയി എന്നൊരു മിഥ്യാധാരണ ആ കുട്ടിയുടെ മനസ്സിൽ നേരത്തെ തന്നെ ഉറച്ചുപോയി. Anu thought that the reasons for the problems they are facing is only because they do not have enough money. But aren't there many other factors that can contribute to Anu's problems? What are they? താനും കുടുംബവും നേരിടുന്ന പ്രശ്നത്തെ പറ്റി ചിന്തിച്ച അനുവിന് അവയ്ക്ക് കാരണമായി തോന്നിയത് പണത്തിൻ്റെ കുറവ് മാത്രമാണ്, അല്ലേ? എന്നാൽ അനുവിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമാകാവുന്ന മറ്റ് ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്, ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, പിന്നെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? അനുവിനെ സംബന്ധിച്ച് അനുസ് ഫാമിലി ഹാസ് നോ സ്റ്റഡി സോഴ്സ് ഓഫ് ഇൻകം. അനുവിൻ്റെ കുടുംബത്തിൽ സ്ഥിരമായിട്ടൊരു വരുമാന സ്രോതസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ, സാമ്പത്തികമാണ്. പിന്നെ എന്താണ് പ്രോബ്ലംസിൽ വരുന്നത്? ഇൻകം വേരിയസ് വിത്ത് ചേഞ്ച് ഓഫ് സീസൺ, കാലാവസ്ഥ മാറുന്നതനുസരിച്ച് വരുമാനം വ്യത്യാസപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് എൻവയോൺമെൻ്റ് ആണ്, പാരിസ്ഥിതികമാണ്. ലിമിറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡ്യൂറിങ് റെയിനി സീസൺ, ലിമിറ്റേഷൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ടു പ്രൊവൈഡ് ആൾട്ടർനേറ്റീവ് സിസ്റ്റം ടു ഇൻ്റർവീൻ ആൻഡ് സോൾവ് ഇക്കണോമിക് പ്രോബ്ലംസ്. അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്, അതായത്
മഴക്കാലത്തുള്ള തൊഴിലില്ലായ്മ, മഴക്കാലത്താണ് അനുവിൻ്റെ വീട്ടിൽ അച്ഛൻ ജോലിയില്ലാത്തത്. അപ്പോൾ അതിന് ഗവൺമെൻറ് എന്ത് ചെയ്യണം, അതിനൊരു ബദൽ സംവിധാനം ഒരുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്, അഥവാ ഭരണപരമാണ്. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയാസ്. പിന്നെ എന്താണ്, വിവിധ ഭൂമിശാസ്ത്ര മേഖലകളിൽ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതിപ്പോൾ എന്താണ് ഫാക്ടർ, ജിയോഗ്രഫിക്കൽ ഡിസ്പാരിറ്റീസ് ആണ്, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ ആണ്. അപ്പോൾ പണമില്ലാത്തത് അനുവിൻ്റെ മാത്രം കുഴപ്പമല്ല അല്ലേ, അനുവിന് സ്ഥിരമായിട്ടൊരു വരുമാനമില്ല. പിന്നെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അനുവിൻ്റെ അച്ഛൻ്റെ വരുമാനം വ്യത്യാസപ്പെടുന്നുണ്ട്. മഴക്കാലത്താണെങ്കിൽ ജോലിയില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ് തീർച്ചയായിട്ടും ഒരു ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ എന്താണ്, ചില ആളുകൾ ഇപ്പോൾ കടൽ തീർത്ത് താമസിക്കുന്നവരെല്ലാവരും തന്നെ മീൻ പിടിക്കാൻ പോയി ജീവിക്കുന്നവരായിരിക്കാം. അവർക്ക് വലിയ കാറ്റും മഴയും ഒക്കെ വരുമ്പോൾ അവർക്ക് മീൻ പിടിക്കാനൊന്നും പോകാൻ കഴിയില്ല. അതേപോലെ ഓരോരോ ഭൂമിശാസ്ത്രപരമായിട്ട് താമസിക്കുന്നവർക്ക് ഓരോരോ സീസണിലൊക്കെ ആവാം ജോലി ഉണ്ടാവുക. Here we can see that factors such as environment, geography, administration and finance all contribute to the problems in Anu's family. Now, do you notice that financial insecurity is not the only reason behind Anu's problems but many other social factors? ഇവിടെ സാമ്പത്തികം, പാരിസ്ഥിതികം, ഭരണപരം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ തുടങ്ങിയ ഘടകങ്ങൾ അനുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നത്തിന് കാരണമാകുമെന്ന് കാണാം. പണത്തിൻ്റെ ദൗർലഭ്യം മാത്രമല്ല അനുവിൻ്റെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെന്നും നിരവധിയായ മറ്റ് സാമൂഹിക ഘടകങ്ങൾ കൂടി അതിന് പിന്നിലുണ്ടെന്നും നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ. അനുവിൻ്റെ പ്രശ്നത്തിന് അനുവിൻ്റെ വീട്ടുകാരെ മാത്രമല്ല ഉത്തരവാദികൾ. ഇപ്പോൾ പുറമേ നിന്നുള്ള ഒരാൾ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ പറയുകയാണ്, കോമൺ സെൻസ് നോളജിലൂടെ പറയുകയാണ്, അനുവിൻ്റെ അച്ഛന് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, അനുവിൻ്റെ അച്ഛന് ജോലിക്കൊന്നും പോകാൻ പറ്റില്ലായിരിക്കാം, അങ്ങനെയൊക്കെ ഇരുന്ന് പറയുകയാണ്. അനു എന്താ വിചാരിക്കുന്നത്, എനിക്ക് പണത്തിൻ്റെ കുറവാണെന്ന് അനു വിചാരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അനുവിൻ്റെ അച്ഛന് സ്ഥിരമായിട്ടൊരു വരുമാനമില്ലാത്തത് നമുക്ക് ഇത്രയും വായിച്ചപ്പോൾ മനസ്സിലായി. സോഷ്യൽ ഫാക്ടേഴ്സ്, സാമൂഹിക ഘടകങ്ങൾ. Social factors include various elements of society that influence the behavior, attitude, opportunities, and choices of individuals. These include family, education, peer groups, religion, caste system, economic status, environment, cultural norms, values, governance system, politics, technology, media, and many more. വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സോഷ്യൽ ഫാക്ടേഴ്സ് അഥവാ സാമൂഹിക ഘടകങ്ങൾ. കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘങ്ങൾ, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. We can see that Anu's personal problem is also a social problem. Social factors influence each and every personal problem. We can understand individual problems and their causes in greater depth and breadth only when we identify the influence of social factors behind them. Mention a recent personal problem you have had. List the social factors that influenced it. അനുവിൻ്റെ വ്യക്തിപരമായ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഏതൊരു വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലും സാമൂഹികമായ ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കും. അവയെ തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് സമീപകാലത്തുണ്ടായ ഒരു വ്യക്തിഗത പ്രശ്നം, നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രോബ്ലം കുറിക്കുക. അവയെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നിരീക്ഷിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.